വയനാട് അട്ടമലയിൽ ഗർഭിണിയായ ആദിവാസി യുവതിയെയും കുടുംബത്തെയും കണ്ടെത്താനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. കാണാതാകുന്നതിന്റെ തലേ ദിവസം യുവതിയുടെ ഭർത്താവ് കൃഷ്ണനെ താൻ കണ്ടിരുന്നെന്ന് തോട്ടമുടമ ഇബ്രാഹിം മീഡിയ വണ്ണിനോട് പറഞ്ഞു. തോട്ടത്തിലെ സ്ഥിരം തൊഴിലാളികളല്ല ഇവർ, ആളുകളുമായി അധികം ഇടപെടാത്തവരാണെന്നും ഇബ്രാഹിം പറഞ്ഞു. വയനാട് അട്ടമല ഏറാട്ടുകുണ്ടിൽ കഴിഞ്ഞ ദിവസം കാണാതായ ലക്ഷ്മിക്കായുള്ള തിരച്ചിൽ വനംവകുപ്പ് തുടരുകയാണ്. ഇന്നലെ വലിയ തരത്തിലുള്ള തിരച്ചിലാണ് നടന്നിരുന്നത്. ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ നടന്നിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഏറാട്ടുകുണ്ടിലേക്ക് ഇറങ്ങുന്ന, അതായത് അവർ താമസിക്കുന്ന വീട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാം. ചെങ്കുത്തായ കുന്നിൻ ചെരുവാണ്. ഈ കുന്നിൻ ചെരുവിലൂടെ ഇറങ്ങിയിട്ടാണ് അവർ വീടുകളിലേക്ക് പോകാറുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഈ ചെങ്കുത്തായ കുന്നിൻ ചെരുവുകൾ ഇറങ്ങിയിട്ടാണ് തണ്ടർബോൾട്ടും ഫയർഫോഴ്സും പോലീസ് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ള സംഘം അവരെ തിരച്ചിലിനായി കാട്ടിലേക്ക് പോയത്. ഈ താഴെ ഭാഗത്ത് അവരുണ്ടെന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വനംവകുപ്പും പോലീസും ഒക്കെ തന്നെ തിരച്ചിൽ നടത്തിയത്. എന്തായാലും ഇന്നലത്തെ തിരച്ചിൽ അവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായ കാര്യം. ഇന്നും തിരച്ചിൽ തുടരുന്നുണ്ട്. ഇപ്പോൾ അവസാനമായി ഈ കൃഷ്ണനെ കണ്ട, അതായത് ലക്ഷ്മിയുടെ ഭർത്താവ് കൃഷ്ണനെ കണ്ട ഇബ്രാഹിക്കാണ് നമ്മളിപ്പം ചേരുന്നത്. ഇബ്രാഹിക്കാണ് ചൊവ്വാഴ്ച കാണാതാവുന്നതിന് തലേ ദിവസമാണ് അവരെ കാണുന്നത്. അതെ, ചൊവ്വാഴ്ചയാണ് ഇങ്ങോട്ടേക്ക് കാട്ടുത്ത സാധനങ്ങളൊക്കെ പറിച്ചിട്ട് പോകണ്ടേ. നെല്ലിക്കണ്ട്, പിന്നെന്താ പന്തോ, പിന്നെന്താ കുറെ വേരൊക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ചു തന്നു. നിങ്ങൾക്ക് വേണോ വെച്ചാൽ എനിക്ക് വേണ്ട പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ചുരൽമലയ്ക്കാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണ സാധനം കുറച്ചുണ്ടായി, കുട്ടികൾക്ക് കൊടുക്കുക പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ കൊണ്ടാകാൻ പറഞ്ഞിട്ട് അവിടെ തന്നെ വെച്ചിട്ടാണ് പോയത്. അപ്പം ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇല്ല. അപ്പോൾ അടുത്ത് താഴോട്ട് പോയിട്ടുണ്ടോ, ശേഷം പിന്നെ അവനെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ പിന്നെ ഒന്നാണ് വരുന്നത്. ആ കുട്ടീനെ കൂടെ എപ്പോഴും ഒരു നായി ഉണ്ടാവും. ആ നായിനെ കിട്ടിയ കുട്ടി അവിടെ ഉണ്ടെന്ന് അറിയാം. അതിൻ്റെ ആ നായി അതിനെ തെരഞ്ഞെടുക്കുമല്ലോ. എപ്പോൾ വരുമ്പോഴും ഒരു നായ്ക്കുട്ടി അവരുടെ കൂടെ ഉണ്ട്. എന്തായാലും ഈ ലക്ഷ്മിയുടെ കൂടെ എപ്പോഴും ഒരു നായ ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ ഈ തോട്ടമുടമയായ ഇബ്രാഹിം പറയുന്നത്. ഇബ്രാഹിം വർഷങ്ങളായിട്ട് ഇവിടെ തോട്ടം നടത്തുന്ന ഒരാളാണ്. ഈ ഇബ്രാഹിമിന്റെ തോട്ടത്തിൽ ഇടയ്ക്ക് പണിക്ക് വരുന്ന ആളാണ് ഈ ലക്ഷ്മിയുടെ ഭർത്താവ് കൃഷ്ണൻ എന്ന് പറയുന്നത്. കൃഷ്ണനെയും ഇപ്പോൾ കൂടുതൽ കാണാനില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇവരെ കണ്ടുപിടിക്കാനുള്ള തിരച്ചിൽ വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഫയർഫോഴ്സ്, തണ്ടർബോട്ട് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്നൊക്കെ തിരച്ചിൽ തുടരുകയാണ്. വരും ദിവസങ്ങളിൽ ഇവരെ കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാകുന്നത്. എന്തായാലും നിന്നും ഫൈസ് നെടുമ്പാല, മീഡിയ 1.